കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ ആണ്. അപ്പോൾ അത് ഫ്ലൈ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് ഇതിനുള്ളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവരെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യുന്ന ടൈപ്പായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്, ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ശരിക്കുള്ള ഫ്ലൈറ്റാണ്, ശരിക്കുള്ള ഫ്ലൈറ്റാണ്. ലാൻഡിങ്ങും അതിൻ്റെ ടയറും വീലും എല്ലാം ഏകദേശം ഒരുപോലെ ഒറിജിനൽ പോലെയാണ്. അപ്പം ഏതോ കേടായ എയർബസ് ഇവിടെ കൊണ്ട് വെച്ചേക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. ഈ ഹൊററായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് പൈസ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹൊററായിട്ടുള്ള ഇതിൽ കയറി നമുക്ക് പ്രേതവും പിശാചിനെയൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം കേട്ടോ. ഹോണ്ടഡ് അട്രാക്ഷൻ എന്ന് പറയും, ഹോണ്ടഡ് കേട്ടോ. ഈ പ്രേതത്തിനോടൊക്കെ ഇഷ്ടമൊക്കെ ഉള്ളവർക്ക് ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് ആസ്വദിക്കാം. ഇതുപോലുള്ള പല രൂപങ്ങളും നമ്മളെ തേടി വരും. ഉള്ളിൽ ഉണ്ടോ കേട്ടോ, അമർന്ന് കണ്ടോ. ഇതുപോലുള്ള എല്ലാ ഐറ്റംസുകളും ഇതിനുള്ളിലുണ്ട്. ഇതിനോടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുഖംമൂടികളൊക്കെ വാങ്ങിക്കാം കേട്ടോ. കരഞ്ഞ് നിലവിളിയും വിളിക്കരുത്. ഇതൊക്കെ എല്ലാ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഈ വെച്ചേക്കുന്നതെല്ലാം. അത് ഈ കുട്ടികളുടെ ഭയങ്കര സൗണ്ടാണ്. കുട്ടികളുടെ ഭയങ്കര സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഒച്ചയെടുത്ത് പറഞ്ഞ് എൻ്റെ ഏകദേശം സൗണ്ടൊക്കെ പോയി കേട്ടോ. ഇതും കുട്ടികളുടെ, ഇത് നമ്മുടെ VR എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ അതിന് ഒരു പേരുണ്ടായിരുന്നു. നമ്മുടെ ഈ ഇതും കുട്ടികളുടെ ഒരു സംഗതികളാണ്. നമുക്ക് ഈ ദുബായ് സിറ്റി കംപ്ലീറ്റ് നമുക്ക് കാണാം. ഇതിനൊരു കണ്ണിൽ വെക്കുന്നൊരു സാധനമുണ്ട്. അതൊരു ഇൻസ്ട്രുമെൻ്റാണ്. അത് വെച്ച് നമുക്കിത് കുട്ടികളുടെ പ്ലേ ഏരിയ എല്ലാം ഉണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ ആ ഏരിയ ആണിത്. നല്ല ഒച്ചത്തിൽ സംസാരിച്ച് എൻ്റെ തൊണ്ട പോയിരിക്കുകയാണ്. കാര്യം ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കുട്ടികളുടെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. ഇതാണ് തിയേറ്റർ, ദുബായ് മാളിലെ തിയേറ്ററാണ് ഇവിടെ. നമ്മളുടെ മലയാളം പടങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ. കൂടുതൽ ഇവിടെ വരുന്ന മലയാളം പടങ്ങൾ അങ്ങനെ കുറവാണ്. ഹിന്ദി പടങ്ങൾ വരും, ഹിന്ദി. ഇത് റീൽ സിനിമയാണ്, റീൽ സിനിമ. ഇവിടെ പ്ലാറ്റിനം സൂട്ടുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഡോൾബി അറ്റ്മോസ് ആണ് ഇവിടെ. ഇവിടെ ഇതൊക്കെയാണ് പടങ്ങൾ ഓടുന്നത്. ബാഡ് ന്യൂസ്, ബ്ലൈൻഡ്, മലയാളം പടങ്ങൾ ഒന്നും ഇല്ല. മലയാളം പടങ്ങൾ, ഇവിടുത്തെ ക്രൗഡ് കണ്ടില്ലേ, സിനിമ കാണാൻ നിൽക്കുന്ന ആളുകളാണ് കണ്ടില്ലേ. ഫുഡ് മേടിക്കാനും സിനിമ കാണാനും നിൽക്കുന്ന ആളുകളാണ് ഈ നിൽക്കുന്നതല്ല. ഭയങ്കര. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇവിടുത്തെ ഐസ് റിംഗ് ആണ്. നമ്മളിനി പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിലെ ഓരോ സ്മൂത്തീസാണ് ഇവിടെ. സ്മൂത്തീസ് കണ്ടില്ലേ, സ്മൂത്തീസ്. അതുകൂടാതെ സബ്വേ ഉണ്ട് കണ്ടില്ലേ. ഈ സബ്വേ ആണോ ഇതിൻ്റെ പേര്? അല്ല, ഈറ്റ് വെല്ലാണെന്ന് തോന്നുന്നു. കാലിഫോർണിയ ഡ്രീംസ്.
ഈ ഏരിയയിൽ കുറേ ഉണ്ട്. പാപ്പ ജോൺസ് ഉണ്ട്. പാപ്പ ജോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്സ ബ്രാൻഡഡ് ആണ് പാപ്പ ജോൺസ്. ഇതൊക്കെ ഫേമസ് ആണ്. ബോസ്നിയൻ ഹൗസ് ഗ്രിൽ സ്നാക്ക്. ഹോം മെയ്ഡ് ഫുഡ് ഏഷ്യൻ കിച്ചൺ. ഇത് ചൈനീസാണ്. ബോസ്നിയൻ ഹൗസിൽ രാമൻ ബൗൾ. ഇത് കൂടുതൽ ഇതൊക്കെ മീറ്റാണ്. ഉണ്ടോ സോസേജ്, ബോസ്നിയൻ കബാബും കാര്യങ്ങളൊക്കെയാണ്. ഇത് ടെക്സാസ് ആണ്. ടെക്സാസ് എവിടെയും തിരക്കാണ്. അൽബൈക്കുണ്ട്. അൽബൈക്ക് എന്ന് പറഞ്ഞാൽ സൗദിയുടെയാണ്. അത് വളരെയധികം വിലക്കുറവാണ്. നമുക്ക് പണ്ട് അധികം ഇല്ലായിരുന്നു, ഇപ്പം ഒരുപാടുണ്ട് അവരുടെ ഷോറൂമുകൾ. ഇത് ടെക്സാസ് ചിക്കനാണ്. ടെക്സാസ് ചിക്കനൊക്കെ കഴിക്കുന്നവർക്ക് ഇവിടെ വന്ന് കഴിക്കാം. നമ്മുടെ KFCയുടെ കൂട്ട് തന്നെ. പിന്നെ ബർഗർ കിങ് ഉണ്ട്. ഇത് തായ് ആണ്. തായ് ഇതുണ്ടോ? ഇവിടെ ചിൻ ഉണ്ട്. പിന്നെ KFCയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതുണ്ടല്ലോ റൈസ് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, സ്റ്റീംഡ് വെജിറ്റബിൾസ്. ചൈനീസ് ഐറ്റംസാണ്. സ്വീറ്റ് ആൻഡ് സോർ ഫിഷ്. ഇതെല്ലാം ചൈനീസ് ഐറ്റംസാണ്. പാണ്ട ചൈനീസ്. ഇത് ബിക്കനർവാല എന്ന് പറയും. ഇത് നോർത്ത് ഇന്ത്യൻ ആണ്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ബിക്കനർവാല. ഇവിടെ പൂരി, ദോശ അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടും. കണ്ടില്ലേ ഡിസ്പ്ലേ ചെയ്തേക്കുന്നു. രസഗുള, ഗുലാബ് ജാമുൻ അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് KFC എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇത് ജോളിബി എന്ന് പറയും. ഇത് ഫിലിപ്പിനോസിൻ്റെ ഒരു ഇതാണ്. ഇവിടെ സ്പഗട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ചോളെ ഭട്ടൂര അതാണ് ഓർഡർ ചെയ്തത്. ചോളെ ഭട്ടൂര കഴിക്കാം. കടലയാണ്. ഇവിടെ വില കൂടുതലാണ് ആഹാരത്തിനൊക്കെ.
ചോളയെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലയാണ്, കടല. ഇതിലോട്ട് സവാളയുണ്ട്. ഭയങ്കര ക്രൗഡാണ് കേട്ടോ. ഇതെന്തോ സാധനം, ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇട്ടേക്കുക. ഇതൊരു വലിപ്പം ഉരുളക്കിഴങ്ങില്ല. Ah, c'est du bœuf. Ouais, je vois que ça a l'air bon. Ça a l'air franchement des relous là. Arrête là. സവാളയും കൂടി ഒരുമിച്ച് കഴിക്കും, എങ്കിലും ആ ടേസ്റ്റ് കിട്ടും. ഇത് കടലയാണ്. ഇതെടുത്തിട്ട് അകത്തേക്ക് വെച്ചിട്ട് കുറച്ച് സവാളയും കൂടെ വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് കൊള്ളാം കൊള്ളാം. കഴിക്കേണ്ട രീതി കഴിച്ചെങ്കിലേ അതിൻ്റെ ടേസ്റ്റുണ്ട് കേട്ടോ. നമ്മൾ ഏത് ആഹാര പദാർത്ഥമാണെങ്കിലും കഴിക്കേണ്ട രീതിയിൽ കഴിക്കണം. കടലയാണ് മൊത്തം. ഇതാണ് പുളി. അപ്പം ഞാനത് കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ട് കേട്ടോ. മറക്കട്ടെ, വീഡിയോ ഫുള്ള് കാണണം, മറക്കട്ടെ. കുറച്ചായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കും കേട്ടോ. ഫൗണ്ടൻ ഷോ ഉണ്ട്, വാട്ടർ ഫൗണ്ടൻ. സമയമായിട്ടുണ്ട്. ഇവിടുത്തെ ക്രൗഡ് കണ്ടോ. ഇതാണ് ലോകത്തിലേക്ക് ഉയരമുള്ള ബിൽഡിങ്, കണ്ടില്ലേ? കണ്ടോ? ലൈറ്റ് ഷോ ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഈ ആളുകളെല്ലാം വന്ന് കൂടിയിരിക്കുന്നത് കേട്ടോ. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം.
长得还是比较挨了，可能有10分之一啊。哎，那这么高的一栋楼，把这个东西做成那样子，真的是。玻璃的现在8%就是玻璃都是副料。没得呀，那叫美国工厂。因为它水面有变化，它深层了一些。你在拍的是吧？那我就不拍了。哦，不是人的眼睛看着要壮观。怎么样？热场。
ഇതെല്ലാം ബോട്ടുകളാണ്. ഇതിൽ കൂടി നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റൗണ്ട് ചെയ്ത് ഇവിടെ എല്ലാം കാണിക്കും. ഇവിടെ ചെറിയ ചെറിയ കടകളും എല്ലാം ഉണ്ട്, കണ്ടില്ലേ? കണ്ടോ ബോട്ടുകളും. ഈ ഒരു പൂച്ച. കണ്ട് ഇവിടാണ് ലേക്ക് റൈഡ് എന്ന് പറഞ്ഞ ബോട്ടിൻ്റെ പേയ്മെൻറ്റ്. ഇവിടാണ് ലേക്ക് റൈഡ്. ആളുകൾ ക്യൂ നിൽക്കുന്ന കണ്ടില്ലേ? ഇവിടെ ക്യാഷ് കൊടുക്കുന്ന അനുസരിച്ച് അവർ നമ്മളെ ബോട്ടിൽ ഇവിടെ എല്ലാം കൊണ്ട് കറങ്ങി ഇത്ര സമയമുണ്ട് നമുക്ക്, അതിനനുസരിച്ച് അവർ കൊണ്ടുപോയി നമ്മളെ ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ തടാകങ്ങളാണ്. ഇതാണ് ബുർജ് ഖലീഫിൻ്റെ അടുത്തുള്ള രംഗമാണ് കേട്ടോ. കണ്ടോ? ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ? ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുവാണ് കണ്ടോ? ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒപ്പേറയാണ്. ഒപ്പേറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡ്രാമ, നമ്മുടെ ഡ്രാമ സ്റ്റേജുകളൊക്കെ വരുന്ന സമയത്ത്, ഡ്രാമകളൊക്കെ വരുന്ന സമയത്ത് ഇവിടാണ് ഇൻ്റർനാഷണലി ഡ്രാമയൊക്കെ കളിക്കുന്നത്. ഇവിടെയാണ്. അതായത് നാടകം എന്ന് പറയാം. നാടകങ്ങൾ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ടൈപ്പിലുള്ള നാടകങ്ങളല്ല, ഒരുപാട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള, കൂടുതലും ഇംഗ്ലീഷ് ടൈപ്പിലുള്ള അതൊക്കെയാണ്. ഭയങ്കര റേറ്റുമാണ്. ആ ഡ്രാമയൊക്കെ മിക്കവാറും ഇവിടെയാണ്, ഒപ്പേറയിലാണ് കളിക്കുന്നത്. ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ നല്ല റേറ്റാണ്. അപ്പം അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ടീമുകളാണ് അതൊക്കെ. ഇതൊക്കെ ബുർജ് ഖലീഫയുടെ സമീപ പ്രദേശങ്ങളിലുള്ള കാഴ്ചകളാണ്. ഇതിൻ്റെ പുറവശങ്ങളിലുള്ള കാഴ്ചകളുമൊക്കെയാണിത്. എല്ലാവരും ബുർജ് ഖലീഫ വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ഏരിയയും അതെല്ലാം കണ്ടിട്ട് അങ്ങ് പോകും. ഇതിൻ്റെ പുറകിലോട്ടൊക്കെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലേക്ക് പോവാം.
ഇതാണ് ഒപ്പേറയുടെ നേരിട്ടുള്ള സ്ട്രെയിറ്റ് വ്യൂ ആണ്. ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഭയങ്കര നൈസാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് MR പ്രോപ്പർട്ടീസിൻ്റെ അധീനതയിലുള്ള ഏരിയകളാണ്. MR പ്രോപ്പർട്ടീസാണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സ്. നമ്മൾ നേരത്തെ ആ വ്യൂകളെല്ലാം കണ്ടതുകൊണ്ട് ആ പ്രദേശത്ത് നിന്നായിരുന്നു കണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ കറങ്ങി ഇവിടം വരെ വന്നത്. പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇതുപോലുള്ള പല വ്യൂകളും ഉണ്ട്. കണ്ടില്ലേ? നമ്മളിതിൻ്റെ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. കണ്ടില്ലേ? നേരത്തെ അങ്ങോട്ടൊക്കെ കടകളുമൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടുണ്ട് കുറേ ഐറ്റംസ്, കുറേ കടകളും ഒക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ. ഈ ലൈറ്റിങ് കണ്ടില്ലേ? എന്ത് രസമാണ്, മനോഹരമായ ലൈറ്റാണ്. കണ്ടില്ലേ? 10 മണിയായിട്ടും ആളുകളെല്ലാം ഇരിക്കുന്ന കണ്ടില്ലേ? ഇത് കുട്ടികൾക്ക് പോകാനുള്ള ചെറിയ സ്കൂട്ടറുകളാണ്. അവർ റെൻറ്റിന് കൊടുക്കും. ഇവിടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ ചെത്തി നടക്കാം. അങ്ങനെ എല്ലാവിധ ആക്ടിവിറ്റീസുകളും ഇവിടെ ഉണ്ട്. കണ്ടോ? ഏത് ടൂറിസ്റ്റുകൾ വന്നാലും ആദ്യമേ വിസിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരേ ഒരു സ്ഥലം, ഫസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുക്കുന്നത് ഇത് ബുർജ് ഖലീഫ എന്ന് പറയും, ദുബൈ മാൾ. ഇത് രണ്ടും ഒരിടത്ത് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കാണാൻ ഒരേ ഏരിയയിൽ വന്നാൽ മതി. അപ്പോൾ നമുക്ക് സമയലാഭമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു 6 അവർ എന്തായാലും നമ്മളുടെ സമയം പോയി കിട്ടും. അതിൽ കൂടുതലോ, ഞാനൊരു മിനിമമാണ് പറഞ്ഞത്, അത്രയും സമയം പോയി കിട്ടും. ഇവിടെ എല്ലാം സൗണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ദുബൈ ക്യാൻ എന്ന് പറയുന്ന ഒരു വാട്ടർ ഫില്ലിംഗ് ആണ് നമുക്ക്. അതായത് വെള്ളം ഫ്രീ ആണ് ഇവിടെ. നമുക്ക് കയ്യിൽ ബോട്ടിലുണ്ടെങ്കിൽ നമുക്കത് റീഫിൽ ചെയ്യാം ഫ്രീ ആയിട്ട്. അതിന് പൈസയൊന്നും കൊടുക്കണ്ട. ഇതിവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമാണ്. അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് കണ്ടോ, ലൊക്കേഷൻ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇത് ചെയ്താൽ മതി. കണ്ടോ, വാട്ടർ ഫില്ല് ചെയ്തുകൊണ്ട് വരും. കണ്ടോ,
കണ്ടോ? ആ മതി കണ്ടോ? അപ്പോൾ കൈ എടുത്താൽ മതി. അതുകൊണ്ട് ഇവിടെ ഒരു സെൻസറുണ്ട്. ഈ സെൻസറെ നമ്മൾ കണ്ടോ, ഈ സെൻസറെ നമ്മൾ കൈ വെക്കുന്ന സമയത്താണ് ഈ വെള്ളം വരുന്നത്. കണ്ടോ? അത് ഇതിൻ്റെ ഒരു നല്ലൊരു ഇതാണ് ദുബായ് ക്യാൻ എന്ന് പറയും. ട്രെയിനൊക്കെ ഉണ്ട് കുട്ടികൾക്ക് സഞ്ചരിക്കാൻ. കണ്ടില്ലേ? ഹായ് ടാറ്റാ. ഇവിടുത്തെ ഒരു ബ്രിഡ്ജാണ്. അത് ഇതിൻ്റെ പുറകിൽ തന്നെ ഉള്ള ഇത് വലിയ ഗതാഗത സൗകര്യങ്ങൾക്കൊന്നും ഉള്ളതല്ല. ഇത് നടക്കാനും ഫോട്ടോ എടുക്കാനും അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ആളുകളെല്ലാം ഫോട്ടോ എടുക്കുന്നതൊക്കെ, പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നൊരു കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. അത് അതായത് ചില ഹോളിഡേയ്സിലൊക്കെയാണ് ഇതിവിടെ കൂടുതലും തിരക്കുകൾ. ഇതെല്ലാം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും താമസ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഇതാണ്, അപ്പാർട്ട്മെൻറ്റുകളൊക്കെയാണ്. ഫോട്ടോ എടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ പാലം ഇറങ്ങി ഇവിടെ വന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ബുർജ് ഖലീഫയുടെ കാഴ്ചകളും എല്ലാം കണ്ടല്ലോ, ലൈറ്റിങ്ങും എന്താണ് ഫൗണ്ടനും എല്ലാം കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻ്റ് എഴുതണം കേട്ടോ, മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഈ ഇവിടുത്തെ ടൂറിസ്റ്റ് സംബന്ധമായ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ വല്ലതും ആണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ കാണട്ടെ കേട്ടോ. അപ്പോൾ മറക്കരുത്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾക്ക് നാളെ കാണാം.